നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്. എന്നും വെണ്ടയ്ക്ക് ഉപ്പേരിയും സാമ്പാറൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കൽ. ഇന്ന് നമുക്കതൊന്ന് പൊരിച്ചെടുത്താലോ. ഞാൻ 4 വെണ്ടയ്ക്ക് അതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 4 ഭാഗമാക്കിയിട്ട് മുറിക്കാം. ഇതിങ്ങനെ നീളത്തിൽ മുറിക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ 4 ഞാൻ എല്ലാതും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. കാശ്മീരി ചില്ലി 1 സ്പൂൺ ഇടണം. ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂണ് കോൺ പൗഡർ, ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി. എരിവിന് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. വല്ലാതെ ലൂസായി പോകരുത്. ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച വെണ്ടയ്ക്ക എടുത്തിടാം. ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നല്ലോണം ഇതാക്കിയിട്ടെടുക്കാം. ഇതാ എല്ലാതും ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി ഇതുപോലെ അടുത്ത ബാക്കിയുള്ളതും കൂടെ നമുക്ക് വറുത്തെടുക്കാം. നമ്മളിത് വറുക്കാനായിട്ട് മൂത്ത വെണ്ടയ്ക്ക എടുക്കരുത്, അത് ഒരു രസം ഉണ്ടാവില്ല. ഇളയ വെണ്ടയ്ക്ക നോക്കിയെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയും തിന്നാം നമുക്ക്, അല്ലെങ്കിൽ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ചട്നി ഇല്ലേ, അതും കൂട്ടിയിട്ടും കഴിക്കാം. നമുക്ക് ആ ചട്നിയും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ചട്നിക്ക് വേണ്ട സാധനങ്ങൾ: ഒരു വലിയ ഉള്ളി, ഇതിൻ്റെ പകുതി എടുത്താൽ മതി, ഒരു പച്ചമുളക്, ഒരു ചെറിയ തക്കാളി. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാൻ, എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല, അപ്പം ഞാനത് ഉപയോഗിക്കണില്ല. മിക്സീൻ്റെ ജാറിലേക്ക് ഇതാ തക്കാളിയും പച്ചമുളക് ഉള്ളിയൊക്കെ മുറിച്ച് വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും സുർക്കയും നമുക്കതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്താൽ വല്ലാതെ ലൂസായി പോകും. നമുക്ക് കുറച്ച് കട്ടിയിലാണ് ഇത് കിട്ടേണ്ടത്. അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക പൊരിച്ചതും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്. കൂട്ടിയിട്ട് കഴിച്ച് നോക്കുകയാണേ. നല്ല രസമാണ്. വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സാണ്. നിങ്ങളിത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പുതിയ വിഭവമായിട്ട് നമുക്ക് ഇനിയും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം.